വിപിൻ എന്താ ചെയ്തിരിക്കണത്? വിപിൻ പറയണത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതായത് അവനോട് അവന് ഈ ദൈവത്തിൻ്റെ ഉടമ്പടി പാലിക്കുന്നതിന് ഒരു തന്നെ യോഗ്യമാക്കാൻ പറ്റാത്ത ചില അയോഗ്യ വശങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ട്. അവൻ 9ാം ക്ലാസ് മുതൽ ബിടെക് വരെ സിഗരറ്റ് വലിക്കുന്ന ആളാണ്. 9ാം ക്ലാസ് മുതൽ ബിടെക് വരെ സിഗരറ്റ് വലിക്കുന്ന ആളാണ്. ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തതേ ഉള്ളൂ. അപ്പോൾ തന്നെ അവന് മനസ്സിലായി സംഗതി പിശകാണ്, ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ലെന്ന് മനസ്സിലായി. അതാണ് സംഭവം. എൻ്റെ മുമ്പാകെ നിൽക്കണം, കുറ്റമറ്റവനായിരിക്കണം, അല്ലേ? അതുപോലെ തന്നെ അവൻ്റെ പരിപൂർണതയിലൂടെ പരിപൂർണതയിലേക്ക് നമ്മൾ തുല്യ പങ്കാളിയെപ്പോലെ യോഗ്യത പ്രാപിച്ചുകൊണ്ടിരിക്കണം. അവരെന്ത് ചെയ്ത് ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ സിഗരറ്റ് ഉപേക്ഷിക്കണമെന്ന്. അത് കൃപ നിറയാമ്പൻ്റെ വഴികളാണ് ഈ സംഭവം. പക്ഷേ എന്നാലും പഠിക്കാൻ പറ്റണില്ല പാവത്തിന്. കാര്യം അവൻ്റെ കോൺഫിഡൻസ് മുഴുവൻ കളയണത് ഈ അരിയറല്ല, ഈ ഇൻറ്റേർണലാണ്. എങ്ങനെ പഠിച്ച് ജയിച്ചാൽ ഇൻറ്റേർണൽ പോയത് കഴിഞ്ഞ് അസസ്മെൻറ്റ് വരുമ്പോൾ കുളമായി പോകത്തില്ല. എങ്കിലും എന്നിട്ട് ഇവൻ പരീക്ഷയ്ക്ക് 20 പരീക്ഷകൾ എഴുതാൻ തുടങ്ങി. പരീക്ഷ ഹോളിൽ കയറിയപ്പോൾ ഒന്നും മനസ്സിലാവണില്ല, ഒന്നും ഓർക്കണമില്ല. അപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ പഠിച്ചിട്ട് വരാം, അടുത്ത പ്രാവശ്യം ഞാൻ എഴുതാമെന്ന് പറയും. പരീക്ഷ ഹോളിൽ കയറുന്നത് പറയും. അപ്പോൾ അവർ തമ്മിൽ അതിനുള്ളിൽ ഭയങ്കര ഇൻറ്റിമസി ആയിപ്പോയി. കാര്യം ഇവനെല്ലാം ഇങ്ങനെ ഉപേക്ഷിക്കുന്നുണ്ടല്ലോ. ഇവനിങ്ങനെ കർത്താവിൻ്റെ അവൻ പറയണ പോലെ എല്ലാം കൃത്യം ഓരോ ചെറുപ്പക്കാരാണ്, മിടുക്കനാണ്. അതായത് ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അമ്മ അവന് സിൻസിയറായിട്ട് മനസ്സിലാക്കിയിട്ട് അമ്മ അവനോട് പറയും, നീ എഴുതാതെ പോകരുതെന്ന് പറയും. അപ്പോൾ ഇവൻ പറയും, ഇവൻ എഴുതാൻ തുടങ്ങിയിട്ട് കക്ഷിക്ക് അധികം ശരിക്കും ഒന്ന് ഹോംവർക്ക് ചെയ്യാതെ എഴുതുകയാണ്. അതുകൊണ്ട് അവൻ പച്ചക്ക് അമ്മയോട് പറയും, അമ്മേ ഞാൻ നിർത്തുകയാണ്, ഞാൻ അടുത്ത പ്രാവശ്യം വന്ന് മര്യാദക്ക് പഠിച്ചിട്ട് വന്ന് എഴുതുക, ഇപ്പം എൻ്റെ തലയിൽ ഒന്നുമില്ല, ഇങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല, ദൈവത്തെ എന്തിനാ പരീക്ഷിക്കണമെന്ന് പറയുമ്പോൾ അമ്മ അവനോട് പറയും, നീ എഴുതാൻ പറയും. ഇതാണ് കൃപയുടെ ഹൃദയസ്പന്ദനം എന്ന് പറയണത്. ആ പരീക്ഷ കൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് അവൻ പറഞ്ഞു കൊടുക്കും, നീ എഴുതാതെ പോകരുതെന്ന് പറയും. അമ്മ അവനെ ഇരുത്തിക്കൊണ്ട് ആ ദിവസങ്ങളിലെല്ലാം 20 പരീക്ഷ എഴുതിക്കും. 20 പരീക്ഷ എഴുതിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്. ഞാൻ എഴുതി അവസാനം ഞാൻ പറഞ്ഞു, അതായത് ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ ഇത് എവിടെ നിന്നാണ് ആരാണ് പറഞ്ഞു തരണമെന്ന് എനിക്കൊരു ഓർമ്മയില്ല. എനിക്കിങ്ങനെ ഉത്തരം ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉള്ളിൽ നിന്ന്. മനസ്സിലായോ? കൃപ വന്ന് നിറയുകയും എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് അമ്മയെല്ലാം പറഞ്ഞു തരികയും ചെയ്യുകയാണ്. എന്നിട്ട് ഇതെല്ലാം എഴുതി കഴിയുമ്പോൾ ഈ 20 പരീക്ഷ എഴുതി കഴിയുമ്പോൾ അരിയറെല്ലാം എഴുതി കഴിയുമ്പോൾ ഇവൻ കോൺഫിഡൻ്റ് ആകുമ്പോൾ അവൻ ജയിച്ച പോലെ ആവും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ അതുപോലെ തന്നെ ഇടിപെട്ട് റിസൾട്ട് എല്ലാ പേപ്പർ ക്ലിയർ ചെയ്യും. അതായത് അതൊക്കെ ഒരാളിൽ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന രീതി കണ്ടില്ലേ? ഇത് മെറിറ്റൊന്നും ഇല്ല അവന്, ശരിക്കും പറഞ്ഞാൽ യോഗ്യതയില്ല. ഇവിടെ എന്താ ഉള്ളത്? ഗ്രേസ് ഉണ്ട്. മനസ്സിലായി? ഞാൻ എപ്പോഴും പറഞ്ഞത് ഉടമ്പടി വർക്ക് ചെയ്യണത് Ephesians 2:8 നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്നുവെച്ചാൽ മെറിറ്റ് വേണ്ടേ എന്നല്ല പ്രശ്നം. മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ സിൻസിയർ ഹാർഡ് വർക്കാണ് നിങ്ങളുടെ മെറിറ്റ്. മനസ്സിലായ? നിങ്ങളുടെ സിൻസിയർ ഹാർഡ് വർക്ക്, സത്യസന്ധമായ കഠിനാധ്വാനം ഉണ്ടെങ്കിലും ചില സമയത്ത് മെറിറ്റ് ഡാമേജായി പോകാം. അങ്ങനെ വന്നാൽ ഉടമ്പടി നിങ്ങളെ താങ്ങി നിർത്തും. കാരണം എന്താണ്? ഉടമ്പടി നമുക്ക് ലഭിക്കണത് എന്താണ്? ഗ്രേസാണ്. ദൈവവചന ഗ്രേസാണ് കിട്ടുന്നത്. അതല്ല, ഇവൻ ഇതുകൊണ്ട് കൂട്ടുകാരത്ത് പറഞ്ഞു കൊടുത്ത് 32 അരിയറുണ്ടായിരുന്ന ആൾക്കാരെ വേണ്ടേ അവൻ എഴുതിച്ചിട്ടുണ്ട്. ഇതേ സ്പിരിറ്റിൽ കൺവേ ചെയ്ത് നിങ്ങൾ വിചാരിക്കണത് ഈ ഒരു വ്യക്തി ഓൾ ഓൺ എ സഡൻ അമ്മയുമായിട്ട് കണക്ട് ചെയ്തൊരു വ്യക്തിയാണ്, ഒരു കൃപാസന പത്രം കൊണ്ട്. ഈസ് നോട്ട് എ ക്രിസ്ത്യൻ. അതറിയുമ്പോഴാണ് പ്രശ്നം പറഞ്ഞത്. അയാൾ ഒരു ക്രിസ്ത്യൻ അല്ല, ഐ മീൻ ദ ബാപ്റ്റിസ്റ്റ് അല്ല അയാൾ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയിൽ ദൈവ തിരുസന്നിധിയിൽ വിശുദ്ധനായി ജീവിക്കാൻ വേണ്ടി ആര് തീരുമാനിച്ചാലും അതിനു വേണ്ടി ബുദ്ധിപൂർവമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ദൈവം എബ്രഹാത്തോട് എന്ന പോലെ അവനോട് പങ്കുചേർന്ന് അവനോട് കൂട്ടുകൂടും. തന്നെയിലെ മരിയൻ ഉടമ്പടി ആയതുകൊണ്ട് അമ്മ ഇങ്ങനെ സഞ്ചാരി മാതാവാണ്. എന്താ പ്രശ്നം? ഉടമ്പടിയുടെ ഒരു ഘട്ടമല്ലേ, ഒരു കഷ്ണമല്ലേ അത്? എന്താണ്? നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാൻ വരൂ. അപ്പോൾ ഒരു സിംഗിൾ ഈവൻറ്റിനല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത്. വചനം എന്താ പറഞ്ഞിരിക്കണത്? ഏറ്റു പറഞ്ഞ്, നീ പോകുന്നിടത്തെല്ലാം നിന്നോടൊപ്പം ഞാൻ വരും. അപ്പം നമ്മളൊരു സിംഗിൾ, അത് ജോഷുവ 1:9 അവസാനത്തെ വചനമാണ്. ജോഷുവ 1:9 എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾ പോകുന്നിടത്തെല്ലാം. അപ്പോൾ ഒരു സ്ഥലമല്ലല്ലോ,
ഇല്ലേ? അതായത് ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്, നമ്മൾ ഏതെല്ലാം മേഖലകളിലേക്ക് ചേഞ്ച് ചെയ്യുന്നു അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടി ഉറപ്പ് വരുത്തുന്നുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾ എന്തെല്ലാം മൂവ്മെൻറ്റ് നടത്തുന്നു അതെല്ലാം ദൈവം ഗ്യാരണ്ടി ചെയ്യും. രക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. ഷീജ ജോയി പിന്നെ പൊട്ടയെന്നൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഈ ഉടമ്പടി എനിക്ക് പറയാനുള്ള, ഉടമ്പടി കാലത്ത് ദൈവം നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന കാലമല്ലേ. നിങ്ങൾ ഉഴപ്പിയത് കൊണ്ട് വിശുദ്ധി ഇല്ലാതെ ജീവിക്കണതുകൊണ്ടാണ് ചില സമയത്ത് ദൈവത്തെ നിങ്ങളോട് അടുക്കാൻ പറ്റാതെ വരുന്നത്. പക്ഷേ ഉടമ്പടിയോട് പോലെ സിമ്പിളായിട്ട് ദൈവത്തിന് ഇടപെടാൻ പറ്റിയ ഒരു പ്രാർത്ഥനാ രൂപമില്ല. അത്രയും സിമ്പിളാണിത്. അപ്പോൾ അല്പമൊന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഷീജ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അമ്മ ഒരു സ്വപ്നം കാണിച്ച്, അത് ഈ ആഴ്ചത്തെ സാക്ഷ്യമാണ്. സ്വപ്നം കാണിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടുന്ന് പഴം കൊടുത്തുകൊണ്ടിരിക്കുന്നു, നേർച്ചപ്പഴം കൊടുത്തുകൊണ്ടിരിക്കുക. അൽത്താറിയിൽ ഒരു പഴം അവൾക്ക് കൊടുത്തു. അപ്പോൾ ആ പഴം കൊടുത്തപ്പോൾ ഉടനെ അത് ഷീജ ബാക്കിലേക്ക് പാസ് ചെയ്ത്, കിട്ടാത്തവർക്ക് പാസ് ചെയ്ത്. അപ്പോൾ അവൾ നോക്കുമ്പോൾ പുറകിലോട്ട് പാസ് ചെയ്ത് തിരിഞ്ഞ് നോക്കുമ്പോൾ കൈ 2 പഴം ഇരിക്കണം. അപ്പോൾ ഉടനെ അതും കിട്ടാത്തവർക്ക് ഇങ്ങനെ പാസ് ചെയ്ത്, അപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ കൈ 2 പടലപ്പഴം ഇരിക്കണം. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആമവാദമാണ്. ഞാൻ സാക്ഷിയിട്ടിട്ടുണ്ടേ, നോക്കണേ. ആമവാദമാകുമ്പോൾ കൈ പൊക്കാൻ പറ്റത്തില്ല. ഒരു കൈ ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ് വാദം പിടിച്ച്. എന്നിട്ട് ഇവർ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഇവിടെ വരണത്. പക്ഷെ ഒരു പ്രാവശ്യം ഹസ്ബൻഡ് ആ സമയത്ത് ലീവ് കിട്ടിയില്ല, അതുകൊണ്ട് ഒറ്റക്ക് വന്ന്. അതങ്ങനെ പോകാൻ പറ്റില്ല. ഒരു കൈ ഇങ്ങനെ തിളക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ബസ്സെ പിടിച്ച് വരണ്ടേ. ഓരോ മനുഷ്യരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടില്ലേ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവരിവിടെ വന്ന് ഇതുപോലെ നിങ്ങളെ ധ്യാനമൊക്കെ കൂടി വെച്ചും പോകാൻ നേരത്ത് ഇവർ ബിഷോപ്പർ കൊണ്ടാണ് വരണത്. അപ്പോൾ 100 പത്രം വാങ്ങിക്കും. ഒരു കൈ കൊണ്ടാണ് പിടിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഒരു കൈയുടെ തണ്ടയിലിടുകയാണ്. ഈ 100 ബിഷോപ്പർ മേടിച്ച് ഒരു കൈയുടെ തണ്ടയിലിട്ടിട്ട് ബസ്സിൽ കയറണം. എന്നിട്ട് എത്രയും കഷ്ടപ്പെട്ടാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. ചെയ്തിട്ട് കൊടുക്കണ ഓരോ സ്ഥലത്തും മാതാവിനെക്കുറിച്ച് പറയും. ഇവരെ ചുമ്മാ ഇങ്ങനെ നോട്ടീസ് പറഞ്ഞതല്ല. കാര്യം നിങ്ങൾക്കറിയാം, ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ചെയ്യുന്ന പ്രാർത്ഥനയാണ്, ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 100 പ്രാവശ്യം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയെന്നൊക്കെ പറഞ്ഞിട്ട് വരിക. അതൊക്കെ വെറുതെ വിട്ടിത്തരാം. അതൊന്നും ഇതിൻ്റെ അത് ഇല്ലാത്ത, അച്ഛൻ പറയാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ കൂട്ടിച്ചേർക്കരുതേ. ഇത് തന്നെ വളരെ ശ്രദ്ധാപൂർവം ദൈവം തരാത്ത ഒരു പ്രചോദനങ്ങളും, അത് ദൈവികമായ പഠനങ്ങൾ, സഭയുടെ പഠനങ്ങളെല്ലാം വെച്ച് നോക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ അത് പാസ് ചെയ്യണത്. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീട്ടിലിരുന്ന് ഇരുട്ടത്തിരുന്ന് വരെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ള മിഥ്യാധാരണ ഒന്നും ഉണ്ടാക്കരുത്. ഉടമ്പടി മര്യാദക്ക് പുറത്തിറങ്ങി ചെയ്യണ ജോലിയാണ്, ചെയ്യണ പ്രാർത്ഥന. അവൻ പറയണ പോലെ ചെയ്യണം സംഭവം. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെന്താ ചെയ്യേണ്ടത്? ഇവരുടെ അവസ്ഥ കണ്ട, ഒരു കൈ അവർക്കില്ല. ഒരു കൈ വെച്ചുകൊണ്ടാണ് ഈ ബസ് കയറി വരണ പിടിച്ചോണ്ട്. അതിൻ്റെ ഒക്കെ 100 ബിഷോപ്പർ മേടിച്ച് 100 പത്രം മേടിച്ചുകൊണ്ട് ഒരു ബിഷോപ്പർ ഇട്ടുകൊണ്ട് കൈത്തണ്ട ഇട്ടുകൊണ്ട് അവന് കൈത്തണ്ടയിൽ ഇടാൻ പറ്റത്തുള്ളൂ. അവരാ പത്രം ഓരോ സ്ഥലത്ത് കൊണ്ടേ കൊടുത്തിട്ട് അവർ മാതാവിനെക്കുറിച്ച് സംസാരിക്കും. മനസ്സിലായല്ലേ? തിരിച്ചടുത്ത മാസം ഇവിടെ വരുമ്പോൾ ഞാൻ നിൽക്കുന്നുണ്ടാവും ഇവിടെ. അപ്പോൾ പറയാം, അച്ഛാ എൻ്റെ കൈ ഇങ്ങനെ തളർന്നിരിക്കുകയാണെന്ന് പറയും. ഒരു കൈ ആമവാദമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിവർ നടത്തിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല. കുറേ ആൾക്കാരിങ്ങനെ ലൈൻ നിൽക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കത്തുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം മഹത്വപ്പെടണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അടയാളം ഉണ്ടാകണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് അടയാളം കിട്ടുന്നതനുസരിച്ച് മാത്രമേ സഭ ഇത് വ്യാപകമായ രീതിയിൽ പഠിക്കുകയും ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുമനസ് മലയാള സമൂഹം വിട്ട് ലോകം മുഴുവനും ദൈവമനസ്സറിയണമെങ്കിൽ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറയുന്ന പോലെ ആ പ്രത്യക്ഷീകരണ സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കണം. അതിന് ആഴമായ അടയാളങ്ങൾ കിട്ടണം. അപ്പോൾ അടയാളങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞാനെപ്പോഴും വിശുദ്ധീകരിച്ചും വചനങ്ങളെ പഠിച്ചും പ്രാർത്ഥിച്ചും നിങ്ങളെ വിശുദ്ധീകരിച്ചും വിശ്വസ്തതയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രേരിപ്പിച്ചും ഉടമ്പടിയോട് നിങ്ങൾ ഐക്യപ്പെടുത്തി നിർത്തുന്ന സമയത്ത് ഞാൻ അതേ നോക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പല ആൾക്കാരും അതിനോട് ബന്ധപ്പെട്ട് സഹകരിക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ. ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ സമയമൊന്നുമില്ല, തലക്കൊന്നും പിടിക്കുകയെന്ന് ചോദിച്ചുകൊണ്ട് ചില ആൾക്കാർ വരും. ഉടമ്പടി എടുക്കാൻ സമയമില്ല, തലക്കൊന്നും പിടിക്കുക. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ അവിടെ പറഞ്ഞ് നിങ്ങൾ അർത്തക്ക പള്ളി പോയാൽ മതി എന്ന് പറയും. കാര്യം അങ്ങനെ ഇത് തീർത്ഥാടന പള്ളിയല്ലല്ലോ ഇത്. ദൈവം മനുഷ്യനുമായിട്ട് ഉടമ്പടി ചെയ്തിട്ട്
വിശുദ്ധ ഗ്രന്ഥപ്രകാരം സുവിശേഷ സാക്ഷിയായി വ്യക്തി ഉയർന്ന് ദൈവത്തിന് ഒത്ത ഒരു കക്ഷിയായി മാറി ദൈവത്തിന് വേണ്ടി ജീവിക്കണ ഒരു ധ്യാനകേന്ദ്രമാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. ഇപ്പോൾ ഒരു ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾ ആദ്യം ഉടമ്പടി എടുത്ത് ദൈവമായിട്ട് നിരപ്പാകാൻ പറയും, മനസ്സിലായി? അതാണ് ആദ്യം ചെയ്യത്തുള്ളൂ. കരുണ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുക്കുക എന്നുള്ള വിഷയത്തിലാണ് കാരുണ്യമുള്ളത്. അപ്പോഴവരതിന് റെഡിയാകും. കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രോഗിക്ക് കയറാൻ പറ്റത്തില്ലെങ്കിൽ കൂടെ വന്ന ആൾക്കാർ കയറാൻ പറയും. കൂടെ വന്ന ആൾക്കാരെ കയറി ഉടമ്പടി എടുക്കുക. അപ്പം കൂടെ വന്ന ആൾക്കാർ ചുമ്മാ ഒരു തരം എന്താണ് ഈ ചുമട്ട് തൊഴിലാളികളെ പോലെ പിന്നെ സ്വന്തം മകനായിരിക്കുമേ അമ്മേനെ ചോട്ടോ തൊഴിലാളിനെ പോലെ വരും, ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും, എന്നിട്ട് അവൻ അവിടെ പുറത്ത് പോയി നിൽക്കും. അങ്ങനെ ഡംപ് ചെയ്യാൻ പറ്റത്തില്ല. അവനെ വിളിക്കും, ഞാൻ വിളിച്ച് പറയും നീ മര്യാദയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി ഉടമ്പടി ചെയ്യാൻ പറയും. ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, പിന്നെ പഴയതുപോലെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴേ ഈ സത്യസന്ധമായിട്ട് അമ്മ സൗഖ്യപ്പെടണമെന്ന് ഈ മകൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും അത് ചെയ്യും. അമ്മ ചത്താലും ജീവിച്ചാൽ അവന് പ്രശ്നമൊന്നുമില്ല, ചത്ത് കിട്ടി അത്രയും നല്ലതെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ചോപ്ര തൊഴിലാളികളായിട്ട് മാതാപിതാക്കന്മാരെ കൊണ്ടുവരുന്നത്. അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് വെച്ചും ലോഡ് ഇറക്കി വെച്ചും അവർ പോയി അവിടെ നിന്ന് പിടിയും വെച്ച് സിഗരറ്റും വെച്ച് നിൽക്കും. അപ്പോൾ ആ കേസൊന്നും ഇവിടെ എടുക്കത്തില്ല. നിങ്ങളവിടെ ശ്രദ്ധിക്കണം. കാര്യം ഞങ്ങളുടെ സമയം ഞങ്ങൾക്ക് ഉടമ്പടിയാണ് അമ്മ തന്നിരിക്കുന്നത്. അതിന് ലക്ഷ്യമുള്ളത് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ആര് സാക്ഷിയാകാൻ തയ്യാറാകുന്ന രീതിയിൽ സമർപ്പിതരാകാൻ പോകുന്നു അവരാണ് ഈ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഉടമ്പടി എടുക്കുന്നവരെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും, അവരെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ സാക്ഷ്യങ്ങൾ കിടിലൻ സാക്ഷ്യങ്ങളൊക്കെ മാറാൻ വേണ്ടി അവരെ വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് അവർക്ക് കൗൺസിൽ ചെയ്തും അവരെ അതനുസരിച്ച് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ നടക്കുന്ന കൗൺസിലിങ്ങും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ലക്ഷ്യം അതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുക, ലോകത്തിനത് പ്രധാനപ്പെട്ട കാര്യമായി മാറുക. മറിച്ച് നിങ്ങൾ സുവിശേഷത്തിന് സാക്ഷികളാകുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, വിശുദ്ധീകരിക്കുക, നിങ്ങളെ ശക്തീകരിക്കുക, സാക്ഷികളാകുക. അത്തരം കാര്യങ്ങൾ നടക്കണം ഉടമ്പടിയിലൂടെ. അപ്പോഴേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, ഉടമ്പടിയുടെ ആത്മാവ് പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി ജീവിക്കാൻ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ ശക്തീകരിക്കണമേ. അപ്പൊ ഈ പ്രേക്ഷിത പ്രവർത്തനയുടെ ശക്തീകരണത്തിനാണ് ഷീജ വരണത്. അപ്പൊ ഈ കൈ അരങ്ങണില്ലല്ലോ. ഇപ്പൊ കുറച്ചൊക്കെ ഇപ്പൊ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ മാതാവ് ഒരു 50% ഹീലിംഗ് കൊടുത്തു. 50% ഹീലിംഗ് കൊടുത്തു. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതല്ല, അമ്മ കൊടുത്തതാണെന്ന് അറിയാൻ വേണ്ടി 50% കൈ പൊങ്ങാൻ തുടങ്ങി. ആ 50% കൈ പൊങ്ങാൻ തുടങ്ങിയ കൈയും കൊണ്ട് ഇവിടെ വരുമ്പോൾ ഒരു വിശ്വാസപ്രവണത ചെയ്യുള്ളൂ. ആ കയ്യെ തൊട്ട് അപ്പോൾ തന്നെ കൈ പഴയതുപോലെ ബലം പ്രാപിച്ചു. പെട്ടെന്നാണ് സംഭവിക്കുന്നത്. ഇത്രയുമാണ് ഉടമ്പടി സംഭവം. അപ്പോൾ ഷീറ്റ് എന്താ പറയണത്, ഇപ്പം എനിക്ക് 2 പഴമെടുത്ത് പൊക്കാൻ പറ്റും, അതാണ് സ്വപ്നം. അമ്മ എന്താ പറഞ്ഞത്, നീ കുറച്ചായിട്ട് നിനക്ക് കിട്ടിയത് പാസ് ചെയ്യുക, അപ്പോൾ പിന്നെ ഞാൻ തരും, അത് നീ പാസ് ചെയ്യുക. അവസാനം നിനക്ക് നിൻ്റെ കൈ 2 പടലപ്പഴം എടുത്ത് പൊക്കാൻ പറ്റുന്ന രീതിയിൽ നിൻ്റെ കൈ ഞാൻ ശക്തിപ്പെടുത്തുമെന്നാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യേണ്ടത് അമ്മയാണ്. അപ്പം നമ്മൾ ചില ആൾക്കാരൊക്കെ പറയും, ഇപ്പോൾ നമ്മുടെ അച്ഛന്മാർക്ക് വരെ പേടിയാണ്, അവരിങ്ങനെ അമ്മ രോഗശാന്തി നൽകുക, പിന്നെ അവർ ത്രിത്വയൊക്കെ ദൈവമൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ ചേർത്ത് മേമ്പൊടിയൊക്കെ ചേർത്തൊക്കെ അവർ പറയത്തുള്ളൂ. പണ്ടൊരു അച്ഛനുണ്ടായിരുന്ന അച്ഛനും ഇതുപോലെ തന്നെ അവർക്ക് അമ്മ അത് ചെയ്യുമെന്നുള്ളതിനെ പറഞ്ഞ് അമ്മ മധ്യസ്ഥം വഹിക്കുന്നതാണ് ഇവരുടെയൊക്കെ തലയിരിക്കുന്നത്. അല്ല, കൃപാസനം പഠിപ്പിക്കുന്നത് അമ്മ പുത്രൻ തമ്പുരാൻ്റെ മാതാവായ പരിശുദ്ധ ദേവമാതാവാണ്. ഒരു മനുഷ്യൻ്റെ കണ്ണീരൊപ്പാൻ അമ്മയ്ക്ക് കഴിയും. ലൂർദിലൊക്കെ നടക്കുന്ന ഇപ്പോൾ 70 അനുഭവങ്ങളെ അതിശയങ്ങളെ ലൂർദിൽ അംഗീകരിച്ച് ആര് ചെയ്തതാണ്? അമ്മ ചെയ്ത അനുഭവങ്ങളാണ്. കൃപാസനത്തിൽ സംഭവിക്കുന്നത് തന്നെയാണ്. അമ്മയെ ദൈവം അതിനു വേണ്ടി രക്ഷകൻ്റെ അമ്മയല്ലേ, മദർ ഓഫ് ഗോഡാണ് അവരെ, രക്ഷകൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെ നിങ്ങൾ അതേ രീതിയിൽ തന്നെ അമ്മയോട് സുവിശേഷ വിഹിതമായി ജീവിക്കാൻ വേണ്ടി ദൈവത്തോട് നിങ്ങൾ പരിശുദ്ധ അമ്മ വഴി മധ്യസ്ഥം വഹിക്കണം. അപ്പോൾ നിങ്ങളെ ദൈവം ശക്തിപ്പെടുത്തും. ആ ശക്തിപ്പെടുന്ന അനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് അമ്മയുടെ മധ്യശക്തി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അനുഭവവേദ്യമാകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം ചൊല്ലുക എന്നതിനേക്കാൾ ഉപരി ചെയ്യാൻ നോക്കണം. അമ്മ സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ കൈയും കാര്യം തന്നു പോവുക? അത് ഏറ്റു പറയാനുള്ള ധൈര്യം ഉണ്ടാകണം നമുക്ക്. അമ്മയാണ് എന്നെ സുഖപ്പെടുത്തിയത്. അമ്മ ആരാണ്? രക്ഷകൻ്റെ അമ്മയാണ്, പിതാവ് ദൈവത്തിൻ്റെ മകളാണ്, പുത്രൻ തമ്പുരാൻ്റെ മാതാവാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ വധുവാണ്, രക്ഷകര സംഭവത്തിൽ ത്രിത്വക ദൈവത്തിൻ്റെ മനുഷ്യ പങ്കാളിയാണ്. ഇവരാരാണെന്ന് വിചാരിക്കണത്? അതുകൊണ്ട് അവരുടെ മധ്യസ്ഥതയിലാണ് ഈ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് അവൻ പറയണ പോലെ ചെയ്യാൻ അമ്മ പറഞ്ഞത് കൊണ്ടാണ് അവൻ പറയണ പോലെ ചെയ്യണത്.
അപ്പം മരിയൻ സുവിശേഷമാണ് നമ്മൾ നടപ്പിൽ വരുത്തുന്നത്, സാക്ഷിയാകണത്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഈശോനെ സ്വീകരിച്ചത് അമ്മയാണ്, വയറ്റിലിട്ട് വളർത്തിയത് അമ്മയാണ്, പെറ്റ് ലോകത്തെ വളർത്തിക്കൊടുത്തതും അമ്മയാണ്, സഭയുടെ കൂടെ ഉണ്ടായിരുന്നത് അമ്മയാണ്, സഭ സ്ഥാപിച്ചപ്പോഴും സഭ വളർത്തിയപ്പോഴും അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടതും ലോകത്തെ സുവിശേഷവൽക്കരിച്ചതും അമ്മയാണ്, മുഴുവനും അമ്മയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് മദർ ഓഫ് ചർച്ച് എന്ന് അവരെ വിളിക്കുന്നത്, സഭയുടെ മാതാവ്. അത്രയും ആ ലുത്തീനിയ മുഴുവനും എന്തുമാത്രം ഭാഷകൾക്ക് മനസ്സിലാവും, മദർ ആരാണെന്നൊക്കെ മനസ്സിലാവും. അത് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഭംഗി കൊണ്ട് ലുത്തീനിയ വിട്ടുകളയരുത്. ജപമാലയെ ചില ആൾക്കാർ ലുത്തീനിയ ചെല്ലത്തില്ല. ലുത്തീനിയ ജപമാല രഹസ്യങ്ങൾ പോലെ തന്നെ ബലമുള്ളതാണ്. കാര്യം അത് അമ്മയിലൂടെ ദൈവം നിർവഹിച്ച, നൂറ്റാണ്ടുകളിലൂടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സത്യങ്ങളെ വെളിവാക്കുന്നതാണ്. അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോരോ കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്താ പറയുന്നത്, മദർ ഓഫ് റെഫ്യൂജി, അഭയാർത്ഥികളുടെ മാതാവ് എന്ന് വിളിച്ചത് ഈ കാലഘട്ടത്തിൻ്റെ ഒരവസ്ഥയുടെ സാധ്യത മാതാവിൽ കണ്ടുകൊണ്ട് അമ്മ അഭയാർത്ഥിയായി നടന്ന ആളാണ് ശരിക്കും. അതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള അഭയാർത്ഥികളെ സന്ധിക്കാൻ വേണ്ടി, മനുഷ്യൻ്റെ കഴിവിനൊക്കെ അപ്പുറത്ത് അഭയാർത്ഥികളെ സന്ധിക്കാൻ സാധിക്കുന്നതും പരിശുദ്ധ അമ്മയ്ക്കാണ്. അപ്പം അതുകൊണ്ട് നീ എവിടെയായിരിക്കുന്നുവോ, നീ ഒരു അഭയാർത്ഥി. അവൻ പറഞ്ഞില്ലേ, എനിക്ക് ഭക്ഷണം കിട്ടില്ല അമ്മയെന്ന് ഇങ്ങോട്ട് വിളിച്ച് അവൻ്റെ അമ്മയെക്കുറിച്ച് പറയുക. ഞാൻ മുസ്ലിം പള്ളി വാദിക്കുന്നത് താമസിക്കുന്നത്. അവൻ ആരാണ് ശരിക്കും പറഞ്ഞാൽ? അഭയാർത്ഥിയാണ് ശരിക്കും പറഞ്ഞാൽ. യുദ്ധം വരുമ്പോൾ അവിടുന്ന് ഓടിപ്പോണവർ മാത്രമല്ല അഭയാർത്ഥികൾ. വേറെയും കുരിവില്ല, ജോലിയില്ല നടക്കുമ്പോൾ നമ്മൾ ജനിച്ച മണ്ണിൽ അഭയാർത്ഥികളായി ജീവിക്കുന്നൊരു കാലമുണ്ട്. അപ്പോഴെല്ലാം അമ്മയാണ് നിനക്ക് അഭയം, അമ്മയാണ് നിനക്ക് ആശ്രയം. അഭിഷേകത്തോടെ കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, അമ്മയുടെ മക്കൾക്ക് വേണ്ടി ഈ മധ്യസ്ഥ പ്രാർത്ഥിക്കണമേ. എന്താ ഒരു വിഷയം എന്ന് പറയണത്, യേശു ക്രിസ്തുവിന് ഈ കഞ്ഞി, കപ്പ, ജോലി, വീട്, വിവാഹം ഇങ്ങനെയുള്ള ജഡിക കാര്യങ്ങളിലേക്ക് അമിതമായ രീതിയിൽ വലിച്ചിഴക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമ്മുടെ അയൽട്ടിസ് പാസ്സാകാൻ വേണ്ടിയാണോ? നമ്മുടെ വസ്തു വിൽക്കാൻ വേണ്ടിയാണോ? നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? ക്രിസ്തു ഉയർത്തുന്നത് എന്തിനാണ്? നിത്യജീവന് വേണ്ടിയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിത്യജീവൻ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ആ ഒരു കാര്യത്തെക്കുറിച്ച് കാലഘട്ടത്തിൽ സംസാരിക്കാതെ നമ്മൾ മറ്റു പല കാര്യങ്ങൾ സംസാരിച്ച് വരുമ്പോൾ നമുക്കറിയാവില്ല, ക്രിസ്തുവാണ് എല്ലാ വാഗ്ദാനങ്ങളുടെയും, ക്രിസ്തുവിലാണ് അതേ എന്ന് പറയുന്നത്, എല്ലാം നിറഞ്ഞിരിക്കുന്നത്. അത് ആമേൻ പറയുന്നതാണ്, അവൻ പറയണത് പോലെ ചെയ്യാൻ അമ്മ പറയണതാണ്. അത് അമ്മ പറയുന്നൊരു ആമേനാണത് ശരിക്കും. അതാ 1 Corinthians 1:20 നമ്മൾ വായിച്ചത്. അപ്പം സഭയിൽ അങ്ങനെ അവൻ പറയണ പോലെ ചെയ്തു വരുമ്പോൾ തീർച്ചയായിട്ടും അടയാളം ഉണ്ടാകും. അതാണ് യോഹന്നാൻ പറയണത്. അങ്ങനെക്കാനായാലും വിവാഹാഘോഷ വേദിയിൽ യേശു ദൈവമഹത്വത്തിൻ്റെ ആദ്യ അടയാളം കണ്ടുവന്നു. ദൈവമഹത്വത്തിൻ്റെ അടയാളം സഭയിൽ കാണണം. ഇത് സഭയാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ സഭയാണെങ്കിൽ അവിടെ അനുദിനം ദൈവമഹത്വത്തിൻ്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. മഹത്വത്തിൻ്റെ അടയാളങ്ങൾ നഷ്ടപ്പെടും. ചിലപ്പോൾ ഈ രോഗശാന്തി തട്ടിപ്പെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർ നമ്മളെ പലതരത്തിൽ ആക്ഷേപിക്കുന്നില്ല. അതെല്ലാം പൈശാചിക ആക്രമണത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ സഭയിലെ അടയാളം ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാണ്. കർത്താവ് അവരോട് സഹകരിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതല്ലേ വചനം. മർക്കോസിൻ്റെ സുവിശേഷം ആദിമ സഭയുടെ മുഖമുദ്ര എന്താണ്? കർത്താവ് അവരോട് സഹകരിക്കണം. നമ്മളൊരു അടയാളം കാണുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മർക്കോസ് എന്താ പറയണത്? 16:20 കർത്താവ് അവരോട് സഹകരിച്ചു, അല്ലെങ്കിൽ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മളുടെ കൂടെ പ്രവർത്തിക്കും. ആരുടെ മധ്യസ്ഥത്തിൽ? അമ്മയുടെ മധ്യസ്ഥത്തിൽ. കർത്താവ് എന്താ ചെയ്യണത്? കർത്താവ് നമ്മോട് കൂടെ പ്രവർത്തിക്കുകയും പിന്നെന്ത് ചെയ്യും? അടയാളങ്ങൾ കൊണ്ട് എന്തു ചെയ്യും? വചനം സ്ഥിരീകരിക്കുകയും ചെയ്യും. നീ എടുത്ത ഉടമ്പടിയുടെ സ്ഥിരീകരണം വരണത് അടയാളത്തിലൂടെയാണ്. അപ്പോൾ മഹത്വത്തിൻ്റെ അടയാളങ്ങൾ അസ്തമിക്കുകയോ മങ്ങുകയോ ചെയ്യുമ്പോൾ പിന്നെ സഭയിൽ വേറെ ഒന്നുമില്ല, അധികാരം മാത്രമേ ഉള്ളൂ. ആത്മീയത നഷ്ടപ്പെട്ടു പോകും. അധികാരം എന്ന് പറഞ്ഞാൽ അടയാളമില്ലാത്ത സഭ
അധികാരം മാത്രമായി മാറിയാൽ അധികാരം A+ ധിക്കാരമാകും. അതാണ് പ്രശ്നം വരണത്. ആ ഒരു അവസ്ഥയിലേക്ക് സഭ ജീർണിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രതിരോധം കൂടി തീർക്കാനുള്ള ബാധ്യത സുവിശേഷ സാക്ഷികൾക്കുണ്ട്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൻ മേരി. ഞാൻ കൊച്ചിയിലെ പെരുമ്പടപ്പിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് നവംബർ 8, 2021 ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ അമ്മ വഴിയാണ് ഞാൻ കൃപാസനത്തിലേക്ക് എത്തുന്നത്. 2021 ഓഗസ്റ്റോടു കൂടി ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഫിനാൻഷ്യൽ ക്രൈസിസ് മൂലം എൻ്റെ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് ഒരു ബാധ്യതയായി തീരുകയും ചെയ്തു. പിന്നീട് ജോലികളും മറ്റും അന്വേഷിക്കുന്നതോടു കൂടി തന്നെ എബ്രോഡ് PhD ചെയ്യാനായിട്ടും ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സാമ്പത്തികമോ സാഹചര്യമോ ഒന്നും എൻ്റെ വീട്ടിലില്ല. അതിനെല്ലാത്തിനും ഒരു ഉത്തരം ഇവിടെ വന്നാൽ ഉടമ്പടി എടുത്ത് ഉണ്ടാകുമെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞത് എൻ്റെ IELTS ക്ലിയർ ചെയ്യുക എന്നായിരുന്നു. എൻ്റെ IELTSന് ഡേറ്റ് കിട്ടിയത് ഡിസംബർ 7 ആയിരുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസമായിരുന്നു. അന്ന് 7ാമത്തെ സീറ്റ് നമ്പറിൽ ഇരുന്നിട്ടാണ് ഞാൻ IELTS എക്സാം എഴുതിയത്. ഞാൻ ഉടമ്പടി എടുത്ത ദിവസം തന്നെ എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനായിട്ട് സാധിച്ചിരുന്നു. അച്ഛൻ വെഞ്ചരിച്ച കാശിരൂപവും തൈലവും എൻ്റെ നെറ്റിയിലും നാവിലും കൈയിലും പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. ധൈര്യമായി പോയി എക്സാം എഴുതിക്കോളൂ, പാസ്സാകുമെന്ന് പറഞ്ഞു. ആ ധൈര്യത്തിൽ ആ കാശിരൂപം കൊണ്ടിട്ടാണ് ഞാൻ IELTS എക്സാമിന് വേണ്ടിയിട്ട് പോയത്. ഓരോ ഭാഗം കഴിയുമ്പോഴും IELTS ടഫായി വരും. റീഡിങ് എത്തിയപ്പോഴത്തേക്കും സമയം തികയാൻ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും കാശിരൂപം പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി യേശുനാമത്തിൽ എന്നെ ഉയർത്തണമേ എന്ന്. 1-2 ക്വസ്റ്റ്യൻസ് ഒഴികെ ബാക്കിയെല്ലാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. പിന്നീട് IELTSൻ്റെ സ്കോർ വന്നപ്പോഴത്തേക്കും 7 ബാൻഡോട് കൂടി IELTS ക്ലിയർ ചെയ്യുകയും ചെയ്തു. അടുത്ത ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് UK-യിൽ PhD കിട്ടിയതാണ്. ഞാൻ UK-യിൽ PhD ആപ്ലിക്കേഷൻ വെച്ചത് ജാനുവരി 5 ആയിരുന്നു. അത് ഞാൻ പഠിച്ച വിഷയത്തിൻ്റെ തുടർച്ചയായി തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റായിരുന്നു. അതിൻ്റെ ഇൻ്റർവ്യൂ ഫെബ്രുവരി 28 കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ വളരെയധികമായിരുന്നു. എല്ലാ ദിവസങ്ങളിലും എല്ലാ ദിവസത്തെ രാവിലത്തെ പ്രഭാത പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ പ്രൊഫസേഴ്സിനെയും എൻ്റെ യൂണിവേഴ്സിറ്റിയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. 28 3:30 ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. 30 മിനിറ്റ് നീണ്ട ഇൻ്റർവ്യൂ വളരെ സക്സസ്ഫുള്ളായി നടക്കുകയും ഒരു പ്രോബ്ലം പോലും അവർ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പിന്നീട് 15 ദിവസത്തിന് ശേഷം അവർ പറഞ്ഞു, ഇൻ്റർവ്യൂവിൽ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കാം. 4 ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിരുന്നു കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. 25% മാത്രമായിരുന്നു ചാൻസ് ഉണ്ടായിരുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞു ഓക്കെ, വെയിറ്റിംഗ് ലിസ്റ്റിലായി. മാതാവിന് നന്ദി പറഞ്ഞു ഈ ഒരു അവസരം തന്നതിന്. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം എനിക്ക് UK-യിൽ നിന്ന് കോൾ വന്നു. ആൻഡ് ഞങ്ങളൊരു 2nd പൊസിഷൻ ഓപ്പൺ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട്, അതിനകത്തേക്ക് ആൻ സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട്. മാതാവിന് അന്നത്തെ ദിവസം ഞാൻ എത്ര നന്ദി പറഞ്ഞു എന്ന് പോലും എനിക്കറിയില്ല. കാരണം മാതാവ് മാത്രമാണ് എനിക്ക് അവസരം ഉണ്ടാക്കി തന്നത്. ഒരു അവസരമുണ്ടായിരുന്ന സ്ഥാനത്ത് ആ ഒരു അവസരത്തിൽ വേറൊരു കുട്ടി കയറിയെങ്കിലും പിന്നീട് മാതാവായിട്ട് 2ാമതൊരു പൊസിഷൻ ഓപ്പൺ ചെയ്യുകയും അതിനകത്തേക്ക് എന്നെ സെലക്ട് ചെയ്യുകയും ചെയ്തു. ഞാൻ ഈ ഞായറാഴ്ച പോവുകയാണ്. ഏകദേശം 1.5 കോടിയുടെ സ്കോളർഷിപ്പാണ് കിട്ടിയിരിക്കുന്നത് 3.5 വർഷത്തേക്ക്, ഇൻക്ലൂഡിങ് മന്ത്ലി സ്റ്റൈഫൻ. എനിക്ക് വിസയ്ക്ക് മാത്രമാണ് പൈസ ആയുള്ളൂ. ബാക്കി എൻ്റെ എല്ലാ ചിലവും എൻ്റെ സ്കോളർഷിപ്പിലും സ്പോൺസർഷിപ്പിലും ആണുള്ളത്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അടുത്തതായിട്ട് പറയാനുള്ളത് എൻ്റെ അനിയത്തി. അവൾ 7ാം മാസം ആയപ്പോഴത്തേക്കും കുറച്ച് കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് ആശീർവാദമൊക്കെ സ്വീകരിച്ചു. കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ നിനക്ക് ദൈവം തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവൻ്റെ വയറ്റിൽ സൈത്തിട്ട് നമ്മുടെ വെഞ്ചരിച്ച എണ്ണയിട്ട് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വെഞ്ചരിച്ച തേനും കൊടുക്കുമായിരുന്നു. എല്ലാത്തിൻ്റെയും ഫലമായി ജൂലൈ 13 ഒരു ആരോഗ്യമുള്ള ആൺകുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അവസാനമായി എൻ്റെ ബ്രദർ ഇല്ലോയ്ക്ക് 2020 ജോലി നഷ്ടപ്പെട്ടതായിരുന്നു. പിന്നീട് ഒരു ബിസിനസ് ആരംഭിച്ചെങ്കിലും അത് പൂർത്തീകരിക്കുവാനും നടന്നില്ല, കൊറോണയുടെ ആ ഒരു കാരണം മൂലം. അതുകൊണ്ട് ഇനി എങ്ങോട്ട് ജീവിതം മുന്നോട്ട് പോകും എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അവർക്ക് സങ്കടവും വിഷമവും ഒക്കെ ആയിരുന്നു. എന്നാലും എൻ്റെ മമ്മിയും ഞാനും എല്ലാവരും ഉടമ്പടി പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ 2021 ജൂണിൽ നേരത്തെ വർക്ക് ചെയ്തിരുന്നതിനേക്കാളും നല്ലൊരു ശമ്പളത്തിൽ മാതാവ് ഒരു ജോലി വാങ്ങിച്ചു നൽകി.
ഇതിനെല്ലാത്തിനും മാതാവിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എല്ലാത്തിനും 1000 നന്ദി ഞാൻ പറയുന്നു. യേശുവിന്റെ അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം.